ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഒരു ഓണം വീഡിയോ എടുക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒറിജിനലായിട്ട് ഓണപ്പരിപാടി ഇന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയാ. പക്ഷെ എൻ്റെ ഒരു ഓണത്തിന് ഡ്രസ്സൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് സാറയിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ച ഡ്രസ്സാണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വിൻ്റർ ആയി തുടങ്ങി. അതുകൊണ്ട് വേറെ സാരിയോ അങ്ങനെ ഉണ്ടെങ്കിലും ഉടുക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് റെഡി ആവാൻ പോവാം. റെഡി ആയിട്ട് കാണാം. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. കൊള്ളാമെന്ന് തോന്നുന്നു. എത്ര മണിക്കൂർ കൊണ്ട് ഞാൻ റെഡി ആയതാ. അകിലൊന്നും റെഡി ആയത് കൂടിയില്ല. ഞാൻ മുമ്പേ റെഡിയാകും, കാരണം എനിക്ക് ഒരുപാട് സമയം വേണം. റെഡിയായി വരാം. ഫുൾ ഔട്ട്ഫിറ്റ് തണുപ്പായിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ കൂടി ഇനി ഞാനൊരു ജാക്കറ്റ് ജസ്റ്റ് ഒരു ഹൂഡിയും കൂടി ഇടും. കാരണം നല്ല തണുപ്പുണ്ട്. ഇന്ന് കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഓണപ്പരിപാടിക്ക് പോവാം. പക്ഷേ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇവിടെ പോകാമെന്നല്ലേ. ഓണത്തിന് തന്നെ എൻ്റെ കയ്യിൽ വേറെ സാരി ഒന്നും ഇല്ലായിരുന്നു. ആ ഒരൊറ്റ സാരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടു. പിന്നെ ഇവിടെ തണുപ്പ് തുടങ്ങി. അതുകൊണ്ട് മുകളിൽ കൂടെ ഒരു ജാക്കറ്റ് ജസ്റ്റ് ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. അഖില് അവിടെ ചെന്നിട്ട് മുണ്ടെടുക്കുന്നുണ്ട്. അഖിലിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സമ്മതിക്കാൻ അറിയത്തില്ല. അവിടെ ചെന്നിട്ട് അഖില് മുണ്ടെടുക്കും. മുണ്ട് ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അഖിലിൽ നിന്ന് സമ്മതം വാങ്ങി. ഇതാ ഞങ്ങളുടെ ഇന്നത്തെ ലുക്ക്. അഖിൽ ഇനി മുണ്ടെടുക്കും അല്ലേ? മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തോളൂ. ആർക്കും ഓണത്തിന്റെ ഡ്രസ്സൊന്നും ഇല്ല. ഇനി നാട്ടിൽ നിന്ന് വരാൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരണം. നല്ല കാറ്റും നല്ല തണുപ്പും അല്ലേ? നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി 3 സ്റ്റേഷൻ സ്റ്റോപ്പ് ഇറങ്ങണ്ടേ കയറി. ലോക്കൽ ബ്ലോഗിലൊന്നും ഇത് രണ്ടും അങ്കിളിന്റെ കസിനാണ്. കസിനും വൈഫും. മണ്ടയിലും ഉണ്ടായിരുന്നു. ഇവിടെ ഒരുമിച്ച് വന്നല്ലേ. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ആറിവണ്ണെന്നും പറഞ്ഞിട്ട് ട്രെയിനായിരുന്നു എടുത്തത്. അത് ആ ട്രെയിൻ ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടുള്ള ഒരു ട്രെയിനാണ്, ഫാസ്റ്റ് ട്രെയിൻ. ഇതിനകത്ത് നമ്മൾ 49 യൂറോയ്ക്കാണ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുക ഒരു മാസത്തേക്ക്. അപ്പം ആ ടിക്കറ്റ് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്, ആ സെയിം ടിക്കറ്റ് തന്നെ ഇതിൽ യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഒരു ട്രെയിനാണ് ഇത്. സീറ്റായാലും എല്ലാം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യും ഇവിടെ. പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ പോകുന്ന വഴിക്ക് വെളിയിൽ കൂടെ നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഫുൾ കൃഷി സ്ഥലങ്ങളും കുറച്ച് വീടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ വീടുകൾ കാണാനായിരുന്നു ഭയങ്കര ഭംഗി. കാരണം അത് വേറൊരു ആർക്കിടെക്ചറായിരുന്നു. നമ്മളെ നാട്ടിൽ കാണുന്ന കണക്കല്ല, അല്ലാണ്ട് ഒരു ആർക്കിടെക്ചറാണ്. ഫുൾ നല്ല പെയിൻ്റൊക്കെ അടിച്ച്, മേൽക്കൂര ഡിഫറെൻറ്റാണ് നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ പോകുന്ന വഴിക്ക് ചോളം, ഗോതമ്പ്, അങ്ങനെ കുറച്ച് കൃഷി സ്ഥലങ്ങളായിരുന്നു കൂടുതൽ കാണുന്നത്. എനിക്ക് തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന അതേ ഒരു ഫീൽ തന്നെ തോന്നി. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഫ്രാങ്ക്ഫർട്ട് ഓദർന്ന. പഴയ ഒരു ട്രെയിനിൻ്റെ എൻജിൻ അവരിവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതാ ഇത് കാണുന്നത്. അതെ, ഞങ്ങൾ എത്തിയിരിക്കുന്നു. അഖില് മാത്രം വരത്തില്ല അതിനകത്ത്, ബാക്കി എല്ലാവരും വരും. നമ്മളുടെ വെനുവിൽ എത്തി. ഇവിടുന്ന് ഈ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നല്ലേ. ഉള്ളിലോട്ട് കയറാൻ എല്ലാവർക്കും ഒരു യെല്ലോ കളർ ടാഗ് ഉണ്ടായിരുന്നു. അത് കയ്യിൽ കെട്ടണം, എന്നിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. കൗണ്ട് എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ടാഗ് കൊടുത്തത്. ഈ വെന്യൂ എന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ഹോളായിരുന്നു. മീൻസ് ഒരുപാട് പഴയ ഒരു ഹോളാണെന്ന് തോന്നുന്നു. മീൻസ് ഒരുപാട് വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിലായിരുന്നു ഇത്. അപ്പോൾ അവിടെ ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളും കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. അത്തപ്പൂ എല്ലാവരും ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെന്നിട്ടാണ് അത്തപ്പൂവൊക്കെ ഇട്ടത്. ഒരു വളരെ ചെറിയ ഒരു അത്തപ്പൂക്കളം അവിടെ ഞങ്ങൾ ഒരുക്കിയത്. ഒരുപാട് വലുതൊന്നുമല്ല. ഇത് കുറച്ച് പേരുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഒരു 100 പേരടങ്ങുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു. പക്ഷേ പരിപാടിയെല്ലാം നല്ലതായിരുന്നു. നല്ല കണക്ക് കണ്ടക്ട് ചെയ്തു കോർഡിനേറ്റേഴ്സും എല്ലാവരും. ഇതാണ് നമ്മൾ അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഉള്ളത്. നമുക്കുള്ള ചോക്കോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കട്ടയൊക്കെ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് ആ അത്തപ്പൂവൊക്കെ ഇട്ടത്. പിന്നെ നമ്മളെ ചീഫ് ഗസ്റ്റ് ആണ് ആ കാണുന്ന ഒരു മദാമ്മയുണ്ടല്ലോ, കാത്തറിനല്ല അവർ നല്ലതായിരുന്നു. നമ്മളെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അവർ ഇത് എൻജോയ് ചെയ്തു. ലാസ്റ്റ് വരെ അവർ നിന്നു. അതാണ് നമ്മുടെ സാരിയൊക്കെ ഉടുത്ത് ലാസ്റ്റ് വരെ അവരുണ്ടായിരുന്നു.
അവരും വന്ന് അത്തപ്പൂവൊക്കെ ഇടാൻ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു. അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പക്ഷേ ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തു. ഫുഡും ഒക്കെ നല്ലതായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഇതാണ് നമ്മളെ ഫൈനൽ അത്തപ്പൂക്കള. കുട്ടിയൊരു അത്തപ്പൂക്കളായിരുന്നു. ചെറിയൊരു ഹോളായിരുന്നു. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ അത്തപ്പൂവൊക്കെ ഇട്ടത് ഹാപ്പി ഓണമൊക്കെ അവിടെ എഴുതി. പിന്നെ ചെറിയൊരു വിളക്കുണ്ടായിരുന്നു, അതിന് ചുറ്റും പൂവൊക്കെ ഇട്ടു, ഒന്ന് കളറാക്കി എടുത്ത്. ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. മറക്കാതെ ഇരുന്ന മുൻ തലമുറക്കാർ കൈമാറിയ കേട്ടറിവ് മാത്രം കൈമുതലായ നാം മറ്റൊരു സംസ്കാരത്തിന്റെ കീഴിലും വിദൂരതയിലായിട്ടും നമ്മൾ ഓണം മനോഹരമായി എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ അതിഥിയായ ഫ്രൗ കറ്റസീന. Hello, I'm Katarzyna, I'm from Poland. I speak only Polish, German. I'm very, very happy to be here. It is great for now for me. Thank you and happy Onam. ക്യാബസീനയും നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത കോർഡിനേറ്റേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് വിളക്ക് കത്തിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാവരും ഒക്കെ എത്തി വന്നപ്പോഴത്തേക്കും 12-12:30 അപ്പോൾ 12:30 ആയപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കുറേ ഡാൻസും പാട്ടും അങ്ങനെ എല്ലാമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നെങ്കിലും ഇവർ ആദ്യമായിട്ട് നടത്തുന്നതാണ്. ഭയങ്കര നന്നായിട്ടാണ് നടത്തിയത്. ഒന്നിച്ചോണം നല്ലോണം അങ്ങനെയായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കെത്തസീന വന്നത്. അതിന് വലിയൊരു അപ്രീസിയേഷൻ തന്നെ കൊടുക്കണം പുള്ളിക്കാരിക്ക്. ഈ ഒരു തണുപ്പത്ത് അവർ ബ്ലൗസൊക്കെ ഇട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നതിന്. പിന്നെ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കപ്പിൾ ഡാൻസും അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. പിന്നെ ഈ ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിരുന്നു ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഈ പുള്ളിക്കാരനും ഞങ്ങളുടെ സ്ഥലത്തുള്ളത് കൊല്ലത്ത് പുനലൂരുള്ള അവിടെ ചെന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. അവിടെ അത്രയും അടുത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് അന്നേരം കണ്ടത്. എല്ലാവരും ഇവിടെ ഇന്നത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു കൂടുതലും. ആ കമ്പനിയിൽ തന്നെ ആൾക്കാരാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇവരുടെ പ്രോഗ്രാം നല്ലതായിരുന്നു. നല്ലപോലെ രണ്ടുപേരും ഡാൻസൊക്കെ ചെയ്തു. ഭയങ്കര പെർഫെക്റ്റ് പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. അത് കഴിഞ്ഞിട്ട് കുറേ ഇവരെല്ലാവരും കൂടെ നിന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഈ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മേടിച്ച് ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ വെന്യൂ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ആ ഹോളിൽ തന്നെയാണ്, നമ്മൾ പ്രോഗ്രാം നടന്ന ഹോളിൽ തന്നെ ആയിരുന്നു എല്ലാം. ഇനിയുള്ള സദ്യയും. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങളൊക്കെ വെളിയിറക്കിയത്. ഭയങ്കര തണുപ്പുണ്ട്, കാറ്റും തണുപ്പും. കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുമായിട്ടൊക്കെ അതിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇതായിരുന്നു നമ്മുടെ സദ്യ കഴിക്കുന്ന ആ സ്ഥലം. നമ്മൾ അതേ നേരത്തെ കണ്ടതേ ഹോള് തന്നെയായിരുന്നു. എല്ലാം സദ്യയൊക്കെ കിക്കിടിലനായിരുന്നു. ഒന്നും പറയാനില്ല. ഇവർ തന്നെ ഓരോ ഫാമിലിയും പോട്ടലൊക്കെയായിരുന്നു. മീൻസ് എല്ലാവരും ഓരോ കൂട്ടം വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. ഒരുപാട് കറികളുണ്ടായിരുന്നു. ഒരുപാട് ഒരു 10 കറിക്കൂട്ടെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ പായസവും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ നാട് മിസ് ചെയ്തതേ ഇല്ല ഈ ഓണത്തിന്. കാരണം പ്രോഗ്രാംസും സദ്യയും എല്ലാം ഇവിടെ കിട്ടിയോണ്ട് നാട് മിസ് ചെയ്തില്ല. എല്ലാം ഒരു ഓണം തന്നെയായിരുന്നു. നല്ല ഒരു ഓണമായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഈ വർഷം അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു പ്രോഗ്രാം. പിന്നെ ഫുഡും സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലാത്ത നല്ല ഫുഡായിരുന്നു. എല്ലാം കൂട്ടി ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ലൊരു സദ്യ കഴിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അങ്ങനൊന്നുമല്ല. ഹായ്, how is the food? How is the food? Good? Huh? You like the food? Very good. You are very good people. Really? Thank you. നേരത്തെ കാണുന്ന അത്ര സുന്ദരിയല്ലേ? ഇതിപ്പോ ഞാൻ പറഞ്ഞു. ആദ്യത്തെ പന്തി സദ്യ കഴിഞ്ഞ് അന്നേരം കയറി കഴിച്ചവരൊക്കെ ഇവിടെ ഇപ്പുറത്തൊരു ഹാളിൽ ഇരുന്ന് വിശ്രമിക്കുക, കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ്. നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടായിരുന്നു. എല്ലാവരുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് കൂട്ടായി. കൂടുതലും ഫാമിലീസ് ആയിരുന്നു, കപ്പിൾസ് ആയിരുന്നു. ഇത് 2ാമത്തെ പന്തി അവിടെ നടക്കുക. അന്നേരം ഞങ്ങൾ അവിടെ വന്നിരുന്ന് ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ആളുകളെയൊക്കെ കണ്ടു. People from India is very net, friendly, with lots of heart. സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടി സുന്ദരിയെ വരയ്ക്കുക കണ്ണേണ്ണൻ. സുന്ദരി ഇല്ലായിരുന്നു. കസേരകളി ഉണ്ടായിരുന്നു, കുട്ടികളുടെ, ഗേൾസിൻ്റെ, ബോയ്സിൻ്റെ. ഞാൻ 2nd റൗണ്ടിൽ തന്നെ ഔട്ടായി. കളിച്ച് തുടങ്ങി. ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചു, 2ാമത്തെ റൗണ്ടായപ്പോൾ ഔട്ടായി ചമ്മി ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ബോയ്സിന് തുടങ്ങിയപ്പോൾ ഞാൻ അഖിലിനെ ഉന്തിത്തള്ളി വിട്ട് കളിക്കാൻ വേണ്ടി. അഖില് കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നത്, തല ഇറങ്ങുമെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ പോയി. അവസാനം അഖില് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി വന്നു. നെക്സ്റ്റ് സുന്ദരിക്ക് പൊട്ടുതൊടിയിലായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചീഫ് ഗസ്റ്റായ കാത്തറീൻ, ഞാൻ കാത്തറീൻ എന്നാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് പേര് കിട്ടിയില്ല. കാത്തറീൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി തപ്പി നോക്കി എവിടെ വന്ന് പൊട്ട് തൊട്ടി. എന്തായാലും നെറ്റിയിൽ തന്നെ ആയിരുന്നു പൊട്ട് തൊട്ടത്. പുള്ളിക്കാരിക്കൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്ന്. 6-6:30 ആയപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഇന്നത്തെ പ്രോഗ്രാമിൽ എൻ്റെ കോളേജ് ലൈഫ് മെമ്മറീസിലോട്ടാണ് ഞാൻ പോയത്. ഈ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടും നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നതും എല്ലാം വടംവലി എല്ലാം ഒക്കെ
കണ്ടപ്പോൾ എൻ്റെ കോളേജ് ലൈഫിലോട്ടാണ് ഓർമ്മ വന്നത്. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു, ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ ആ വിൻഡ് മിൽസ് കണ്ടു. ആ സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ സ്കൈയും വിൻഡ് മില്ലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടി ഈ വർഷത്തെ 2024 ഓണപ്പരിപാടി കഴിഞ്ഞു. നല്ല പ്രോഗ്രാം ആയിരുന്നു. ചെറിയ 100 പേരുടെ ചെറിയ പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ നല്ലതായിരുന്നു. അവര് ആദ്യമായിട്ടാ ബെർലിനിലല്ല ഫ്രാങ്ക്ഫർട്ട് മുതല് ഓണപ്പരിപാടി തുടങ്ങിയത്. നമ്മള് അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, 2 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്നാൽ നല്ല കണക്ക് പ്രോഗ്രാം അവര് കോർഡിനേറ്റ് ചെയ്തു. അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു, കുറെ കളികളുണ്ടായിരുന്നു, പിന്നെ നല്ല സദ്യ. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. നാളെ ചിലപ്പോൾ ഇടാൻ പറ്റുമായിരിക്കും. തിരുവോണത്തിന് അന്ന് എടുത്തിട്ട് ഇടാൻ നോക്കാം. ഇത് തിരുവോണത്തിന്റെ തലേന്ന് 1ാം ഓണത്തിന് അന്ന് ഇത് വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവർക്കും ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.